ഇത്രയും അച്ചടക്കത്തോടെ ഇത്രയും നേരം എൻ്റെ അത്ഭുതം എന്നറിയാവോ? ഇത്രയും നേരം നിങ്ങൾ കേട്ടോ കേട്ടില്ലോ എന്നതിനേക്കാൾ ഉപരി എൻ്റെ അത്ഭുതം നിങ്ങൾ എങ്ങനെ ഇത്ര നേരം മിണ്ടാതിരുന്നെന്നുള്ളതാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇത്ര നേരം മിണ്ടാതിരുന്നു, വലിയ കാര്യമാണ്. ഇനി ഞാനൊരു കാര്യം നോക്കട്ടെ, നിങ്ങൾ ഈ പറയുന്നത് കേട്ടോ ഇല്ലോ എന്ന് നോക്കാൻ പോവാണ്. എനിക്ക് ഈ ക്വിസിൻ്റെ ഒബ്സഷനുള്ള ആളാണ് ഞാൻ. ഈ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ഭയങ്കര ചോദ്യം ചോദിക്കും. എൻ്റെ OCD ആണ് ഈ ചോദ്യം ചോദിക്കൽ. ഭയങ്കര ചോദ്യം ചോദിക്കലിൻ്റെ ആളാണ്. റെഡിയാണോ? യെസ് ഓർ നോ? പിതാവ് കാണിച്ച കണക്ക് തംസപ്പ് പറഞ്ഞിട്ടൊന്ന് യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ തംസപ്പ് ഒന്ന് കാണട്ടെ. യെസ് ഓർ നോ? അയ്യോ, തംസ് ഒന്നും വന്നില്ല അങ്ങോട്ട്, ഫ്രണ്ടിൽ നിന്ന് മാത്രമേ വന്നുള്ളൂ. നോക്കാം. ശരി ഉത്തരം പറയുന്നവർക്ക് ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ്, ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ചാടി എഴുന്നേക്കണം. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളെ പുണ്യപ്പെട്ടവരാക്കുന്നതിന് മുമ്പ് ഈ കാലത്ത് നിങ്ങളെ സ്മാർട്ടാക്കാനുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് സ്മാർട്ടാകണം. ഇങ്ങനെ ഈ പിതാവ് ഇടയ്ക്ക് പറഞ്ഞില്ലേ, രാവിലെ പഴങ്കഞ്ഞിയാണോ കുടിച്ചതെന്നൊക്കെ ചോദിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞി കുടിച്ചവർക്ക് ഇതിനേക്കാൾ ആരോഗ്യം ഉണ്ടായിരുന്നു. പഴയ തലമുറ പഴങ്കഞ്ഞി കുടിച്ചിട്ട് നല്ല ആരോഗ്യത്തോടെയൊക്കെയാണ് അവർ ജീവിച്ചത്. നമുക്ക് നോക്കാം. ചാടി എഴുന്നേക്കണം. പിന്നെന്ത് ചെയ്യണം? ഉറക്കെ ഉത്തരം വിളിച്ചു പറയണം. എന്താണ് നമ്മുടെ റൂൾ? എങ്ങനെയാണ്? ചാടി എഴുന്നേക്കണം. പറഞ്ഞ റൂള് പറയാതെയും. എന്താണ് റൂള്? ചാടി എഴുന്നേക്കണം, പിന്നെ ഉറക്കെ ഉത്തരം പറയണം. ഇനി ഉത്തരം തെറ്റാണെങ്കിൽ ഡോൺ വറി, ഉത്തരം തെറ്റാനുള്ള അനുവാദം തരുന്നുണ്ട് നിങ്ങൾക്ക്. ഉത്തരം തെറ്റിപ്പോകാനുള്ള അനുവാദം നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു മോട്ടോയാണ്, ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. തെറ്റുവരാൻ നിങ്ങളെ അനുവദിച്ചേക്ക്. തെറ്റിപ്പോട്ടെ. ഒരു സ്യൂഡോ പെർഫെക്ഷനിസം എന്ന് പറയും. ഞാൻ ശരി മാത്രമേ പറയൂ, ഏറ്റവും കറക്റ്റ് ഉത്തരം മാത്രമേ പറയൂ എന്നൊരു പിടിവാശിയൊന്നും വേണ്ട. ചിലപ്പോൾ തെറ്റിപ്പോവും, ഞാൻ മനുഷ്യനാണ്, ഇത്രയൊക്കെ ഉള്ളൂ, ചിലപ്പോൾ തെറ്റിപ്പോവും എന്നങ്ങ് വിചാരിച്ചേ. ചാടി എഴുന്നേക്ക് ഉത്തരം. റെഡിയാണോ? ഓക്കെ. ആദ്യത്തെ ചോദ്യം നോക്കട്ടെ. ഏത് ഇടവകക്കാരാണ് ഉത്തരം പറയുന്നത് നോക്കട്ടെ കേട്ടോ. ശരി ഉത്തരം പറയുന്നവർക്കൊക്കെ പിതാവ് സമ്മാനം തരുന്നതായിരിക്കും. പിതാവ് തന്നില്ലെങ്കിൽ പിതാവ് അച്ഛന്മാരെ ഏൽപ്പിച്ചോളൂ. ബിനോച്ചൻ തരും, വികാരി അച്ഛൻ സമ്മാനം തരും. റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതേത് പ്രായക്കാരും കേട്ടോ, ഏത് പ്രായക്കാരും ചാടി എഴുന്നേറ്റോണം. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ പേരെന്താണ്? എന്താണ്? മണിമലയാറ്. മതി നോക്കട്ടെ. ഏത് എല്ലാവരും ഒരുമിച്ചൊക്കെ വരുമ്പോൾ നല്ല കാര്യം. നിങ്ങൾ ചെയ്യണം. അറിയാവോ? ഇപ്പം എനിക്ക് മാത്രം ഡു യുവർ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാത്തിനും ഉത്തരം അറിയാമെങ്കിൽ എല്ലാത്തിനും ചാടി എഴുന്നേറ്റോണം. ചിലതിന് ഒരു സമയം വരും, നമുക്ക് ആരുമില്ല, ഒരാൾ മാത്രം, അയാളായിരിക്കും റിയൽ വിന്നർ. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് എല്ലാവരും ഇല്ല, ഒരാൾ മാത്രം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കും അങ്ങോട്ട്. അല്ലെങ്കിൽ ആദ്യം എഴുന്നേറ്റ് പറയുന്നവർ. അടുത്ത ചോദ്യം. ഈ പ്രദേശമൊക്കെ ഒരു മഹാരാജാവിൻ്റെ കീഴിലായിരുന്നു. ഏത് മഹാരാജാവിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അമ്മിടുക്കി. ആ കൊച്ചാണ് അവിടുന്ന് ഉത്തരം പറഞ്ഞത്. മോളുടെ ഇടവക ഏതാടി? ഇത് ഈ ഇടവകയാണോ? ആണോ? കൊള്ളാം. ഒരു നല്ല കൈഡി കൊടുത്തേ ഇടവകയ്ക്ക്. യെസ്, നല്ല കാര്യം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടവകയ്ക്ക് തന്നെ നല്ല പേരുണ്ടാക്കുന്നത്. നമുക്കോ നമ്മുടെ വീടിനോ മാത്രമല്ല, സമൂഹത്തിന് നല്ലതാകുന്ന ഇങ്ങനെയാണ്. നോക്കിക്കേ, ആ കൊച്ചിനെ ഓർത്ത് ഇടവക ഇപ്പം അഭിമാനിക്കും. മോളുടെ പേരോ? ഏഞ്ചൽ. ആ മോക്ക് സന്തോഷമാണ് കേട്ടോ. മോള് കാരണം ഇപ്പോഴത്തെ ഈ ഇടവക അഭിമാനിക്കുകയാണ്. ഇടവകയുടെ മകളല്ലേ? കല്ലുപ്പാറ സെന്റ് മേരീസ് ഇടവകയുടെ മകളല്ലേ? ഒന്നുകൂടെ കൈഡി കൊടുക്കുക കൊച്ചിന്. നല്ല കാര്യം. ഏത് രാജാവിൻ്റെ കീഴിലായിരുന്നാ പറഞ്ഞത്? ഇടപ്പള്ളി മഹാരാജാന്റെ കീഴിലായിരുന്നു പറഞ്ഞു. എന്നിട്ടൊരു കാര്യം കൂടെ വിനോദം പറഞ്ഞു. ഈ പുഴയുടെ അപ്പുറത്ത് ഇടപ്പള്ളി മഹാരാജാവിൻ്റെ എന്തോ ഒന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്താണെന്ന് ആർക്ക് പറയാം? വേഗം. അവിടെ ആൺപിള്ളേർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം ഈ കാലത്ത്. കാരണം ഈ പെൺപിള്ളേർ ഭയങ്കര സ്മാർട്ടായിട്ട് വരികയാണ്. പെൺപിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങൾക്ക് കൂടെ സ്പേസ് കൊടുക്കണം. പറയടാ. മിടുക്കൻ. അതിൻ്റെ ഇംഗ്ലീഷും കൂടെ പറയാം. അവിടെ ഇംഗ്ലീഷ് പറഞ്ഞില്ല അച്ഛൻ, നിനക്ക് അറിയാമെന്ന് നോക്കട്ടെ ഇംഗ്ലീഷ്. അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? നീ ചുമ്മാ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്ന്. നമ്മൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ കാണും മാർപ്പാപ്പയുടെ ഇത്, അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ട് രാജ്ഞിയുടെ ഇന്ന സ്ഥലം. എന്താ മോനെ? സമ്മർ പാലസ് കേട്ടിട്ടില്ലേ? ആ വാക്ക് കേട്ടില്ലേ? കറക്റ്റ്. വേനൽക്കാല വസതി. മിടുക്കൻ. നിന്റെ പേരെന്താ? അലൻ്റെ ഇടവക ഏതാ? മിടുക്കൻ. കണ്ടോ, വേറൊരു ഇടവകയിൽ നിന്ന് വന്ന് ഇവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന കണ്ടോ. വേറൊരു ഇടവക്കാരൻ വേറൊരു ഇടവകയുടെ മുറ്റത്ത് വന്ന് ഷൈൻ ചെയ്യാണ്. മോൻ്റെ ഇടവക ഒന്നുകൂടെ പറയാം. ഇടവക കേട്ടില്ല. ഇടവക ഞാൻ വിളിച്ച് പറയട്ടെ. പാലിയേക്കരയും വലിയ പള്ളിയല്ലേ, പഴമയുള്ള പള്ളിയല്ലേ പാലിയേക്കര പള്ളി. അപ്പോൾ പാലിയേക്കര ഇടവക നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. ഒരു കൈയടി കൊടുക്കുക. അലനൊരു നല്ല കൈയടി കൊടുക്കുക. യെസ്. അടുത്തത് അച്ഛൻ പറഞ്ഞൊരു കാര്യം. ഇത് ഏത് നൂറ്റാണ്ടിൽ പണിയപ്പെട്ടതാണെന്ന് പറഞ്ഞായിരുന്നു. ഏത് നൂറ്റാണ്ടിലാ? അറിയാവുന്നവരൊക്കെ. അപ്പം അത്രയും പേർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. പറഞ്ഞു. എന്തോ ഏത് നൂറ്റാണ്ടിലാ? 12-ാം നൂറ്റാണ്ടിൽ. യെസ്. പിതാവ് മിടുക്കര്. അപ്പോൾ കുറേ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇടവക ചോദിക്കാൻ നേരമില്ല കേട്ടോ. ഒരാൾ മാത്രം എക്സൽ ചെയ്യുമ്പോഴാണ് ഇടവകയ്ക്ക് ഇത് കിട്ടുന്നത്.
പിതാവ് പറഞ്ഞ പ്രസംഗത്തിൽ ഒരു ബീഹാറുകാരൻ കരിക്ക് വെട്ടി പഠിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവൻ്റെ പേരെന്താ? അപ്പം എനിക്ക് പിന്നെ നിങ്ങളോട് അസൂയ വരിക കേട്ടോ. പിതാവിനോടും ഇവിടുത്തെ അച്ഛന്മാരോടും നിങ്ങളോടും ഒക്കെ അസൂയ വരികയാണ്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ അല്ലേ, ഇതിപ്പോൾ ഒരു സന്തോഷം അറിയാവോ? പറഞ്ഞ ബിനോജിന് സന്തോഷമായി, പ്രസംഗിച്ച പിതാവിന് സന്തോഷമായി. ഒരെണ്ണം കൂടെ അടുത്തത് ഇവിടെ വന്ന് പറയണം. കാരണം നമ്മൾ സാധാരണ പറയും ഗ്രാബ് ദ സ്റ്റേജ് ആൻഡ് പുട്ട് ദ സ്റ്റേജ് ഓൺ ഫയർ. അതായത് ഈ വേദിയെ കീഴടക്കി വേദിക്ക് അഗ്നി ഇടുക എന്ന് പറയും. കാരണം അങ്ങനെയാണ് നമ്മൾ ഷൈൻ ചെയ്യേണ്ടത്. ഈ കാലത്ത് നമ്മൾ ഈ ഞാൻ വർഗീയത വിഭാഗീയത പറയുകയല്ല, നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹം ഇനി അങ്ങനെ മുന്നോട്ടിറങ്ങണം. പറ്റുന്നതെന്നറിയാമോ മക്കളെ? നമ്മളൊക്കെ നമ്മുടെ ഒരു ഷെല്ലിനകത്ത് കൂടിയിരിക്കുക കുറേ കാലമായിട്ട്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ബ്രേക്ക് ഇറ്റ്. ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ നിങ്ങൾക്ക് നല്ല നാണം വരും. എഴുന്നേക്ക്, ഓടി ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ച് ഷൗട്ട് ചെയ്യേ. അങ്ങനെ പറയാൻ പറ്റുന്നതായിരുന്നു. നോക്കട്ടെ, പിതാവ് പ്രസംഗം തുടങ്ങിയപ്പോൾ ലൈഫിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ആ ഡെഫിനിഷൻ ഫുള്ളായിട്ട്, അതിൻ്റെ 2 ഡയമെൻഷനും ഫുള്ളായിട്ട് ഇവിടെ വന്ന് മൈക്കിലൂടെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓടി വാ. അലൻ നീ വാ. മിടുക്കി കൊച്ച്, എൻ്റെ കുഞ്ഞേ വാ, ഓടി വാ. മോൾ ഏത് ക്ലാസ്സിലാണ്? ഇങ്ങോട്ട് കയറി നിൽക്ക്, നിന്നെ 4 പേര് കാണട്ടെ. സ്റ്റെപ്പിലോട്ട് കയറി നിൽക്ക്. ആ കൊച്ചു പറഞ്ഞാലും പറഞ്ഞില്ലേലും സാരമില്ല, ഒരു നല്ല കൈഡി കൊടുത്തി. അവൾ ഈ പ്രായത്തിൽ ഓടി വന്നല്ലോ. നമുക്ക് ആഗ്രഹിക്കണം നമ്മുടെ ഭാവിയിലെ ഒരു കളക്ടറൊക്കെയാണ് ഈ നിൽക്കുന്നതെന്ന് അങ്ങ് വിചാരിക്കണം. ഇത്രയും മിടുക്കിയായിട്ട് അവൾ ഈ പ്രായത്തിൽ, അവൾക്ക് നല്ല ഓർമ്മയുടെ ഭാഗം കൂടിയാണത്. മോളുടെ പേര് പറഞ്ഞേ. ആഡ്ലിൻ. മോളുടെ ഇടവക ഏതാ? ചെങ്ങരൂർ ഇടവകയാണ്. ചെങ്ങരൂർ ഇടവക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ചെങ്ങരൂർ ഇടവക്കാർ നല്ലൊരു കൈഡി എല്ലാവരും കൂടെ കൊടുത്ത്. ചെങ്ങരൂർ ഇടവകയ്ക്കും അവിടുന്ന് വന്ന ആഡ്ലിനും നല്ലൊരു കൈഡി കൊടുക്കുക. പറ മോളെ, എന്താണ് ലൈഫിന്റെ ഡെഫിനിഷൻ? ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മിടുക്കി. അതിന്റെ ബാക്കി പിതാവ് ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നു. How will we use it? Is the gift to the God. മിടുക്കി. നല്ലൊരു കൈഡി കൊടുക്കുക. മോൾ എത്രാം ക്ലാസ്സിലാ? 4. പൂവുണ്ട്. പിതാവ് ഒരു പൂ കൊടുക്കുക. പിതാവ് കൊച്ചിന് അവക്കൊരു ഫോട്ടോയും ആവുമല്ലോ. ആണോ? ജീൻ അങ്ങനെയാണല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വരത്തുള്ളൂ. യെസ്. മിടുക്കി. നല്ല കാര്യം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഓടി ഇനി ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ റിവിഷൻ സെഷൻ നടത്തി. എനിക്ക് ഞാൻ അസസ് ചെയ്തതാ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഓഡിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? പാത്രം അറിഞ്ഞിട്ട് വേണ്ട വിളമ്പാൻ. നല്ല കുഞ്ഞുങ്ങളാണോ, ചെവിയുണ്ടോ, തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമ്മൾ പറയേണ്ട കാര്യം തീരുമാനിക്കാൻ. അപ്പോൾ എനിക്കിപ്പോൾ നല്ല പ്രതീക്ഷയായി. റെഡിയാണോ? ഇന്നത്തെ ക്ലാസ് എത്ര നേരം വേണം? എന്നോട് അച്ഛൻ പറഞ്ഞത് 1 മണിക്കൂർ ക്ലാസ് എടുക്കാനാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് നല്ല സന്തോഷ വാർത്ത പറയാം. അതിനു മുമ്പേ ഞാൻ നിർത്താം. സന്തോഷമായില്ലേ? അപ്പോൾ ഒരു സന്തോഷം തോന്നില്ല? അതിന് മുമ്പേ നിർത്താമെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ? നമ്മുടെ ടെൻഷൻ ഇത് എപ്പോൾ തീരുമെന്നുള്ളതല്ലേ? അപ്പോൾ അതിന് മുമ്പേ നിർത്തും. 1 മണിക്കൂറിന് മുമ്പേ ഈ ക്ലാസ് നിർത്തും. ഈ ക്ലാസ്സിൻ്റെ ഫുൾ ഒറ്റ സെൻറ്റൻസ് ഒരു കാര്യം പറയാം. ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ ഈ ക്ലാസ്. ഒറ്റ സെൻറ്റൻസ്. ആ സെൻറ്റൻസ് എല്ലാവരും പഠിച്ചിരിക്കണം. എന്താണെന്നറിയാമോ? ആദ്യം എന്നെ ഒന്ന് കാണണം. പറഞ്ഞേ, ആദ്യം എന്നെ ഒന്ന് കാണണം. പറ, എന്താണ് സംഭവം? പറ. ആദ്യം എന്നെ ഒന്ന് കാണണം. ഒന്നുകൂടെ പറഞ്ഞേ. നല്ല ഇത്രയും സ്ഥലമല്ല പിതാവ് പറഞ്ഞപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. ആദ്യം എന്നെ ഒന്ന് കാണണം. അതായത് ആദ്യം ഞാൻ, അതും കൂടെ ചേർത്തു. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. പറഞ്ഞേ, ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. പറ അടുത്തത്. പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. അത്രയും പഠിച്ചോ? നോക്കട്ടെ, റിവിഷൻ. പറ, നോക്ക്. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. അടുത്തത് പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. എന്നിട്ട് എന്നെ ഒന്ന് വെടിപ്പാക്കണം. കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഇപ്പോൾ മൂന്ന് കഷ്ണമുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് 3 പീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിനകത്ത് 3 കഷ്ണമായിട്ട് നമ്മൾ വെച്ചിരിക്കുക. 3 പീസ്. ഏതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. കിട്ടിയോ? ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം. അടുത്തത് പിന്നെ മിശിഹായെ ഒന്ന് നോക്കണം. എന്നിട്ട് ബാക്കി എന്നെ ഒന്ന് വെടിപ്പാക്കണം. എന്നെ ഒന്ന് വെടിപ്പാക്കണം. കിട്ടിയോ? അന്നെങ്കിൽ ചലഞ്ച് എന്നറിയാമോ? ജീവിതത്തിൽ ഇന്ന് വരെ, സത്യസന്ധമായിട്ട് ഇത് ചെയ്യാവുള്ളേ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ക്ലാസ്സിലോ ഒരു സെമിനാറിലോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലോ സ്വന്തം ഇഷ്ടത്തിൽ ഇന്നേ വരെ എഴുന്നേറ്റ് നിന്നിട്ടില്ല.
അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ടീച്ചർമാർ പിടിച്ച് പൊക്കുമ്പോൾ മാത്രം ടീച്ചർമാരെ ശപിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നവരില്ലേ, ടീച്ചർ പനി പിടിച്ച് കിടപ്പിലാകണേ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്നത് അല്ലേ. നമ്മൾ പിന്നെ പിറ്റേ ദിവസം തിരികെ എത്തിക്കുന്നത് ടീച്ചറിന് വയ്യാതാകണേ എന്ന് പറഞ്ഞാണ് തിരികെ എത്തിക്കുന്നത്. അപ്പം അങ്ങനെ ടീച്ചർമാരെ ശപിച്ചല്ലാതെ സ്വന്തം ചില കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്, സ്മാർട്ടാണ് അവർ, ദേ ആർ ഓൾറെഡി സ്മാർട്ടാണ്. ചോദ്യം ചോദിച്ചാൽ ഉടനെ ചില പഠിപ്പിസ്റ്റുകളൊക്കെ ക്ലാസ്സിലില്ലേ, എന്ത് ചോദിച്ചാലും മിസ് മിസ്. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ മോന്ത പിടിച്ച് ഭിത്തി ഉരയ്ക്കാൻ തോന്നും, ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ, എപ്പോഴും ഇത് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ദേഷ്യം വരും അങ്ങനെയുള്ളവന്മാരെ. അങ്ങനെ ചില സ്മാർട്ട് ടീമുണ്ട്, അവർ വളർന്നോളും. നമുക്ക് വേണ്ടത് എല്ലാവരും വളരണം. മിടുക്കന്മാർ പിന്നെയും മിടുക്കരാകുന്നതല്ല ക്രിസ്തീയത, എല്ലാവരും മിടുക്കരാകുന്നതാണ് ക്രിസ്തീയത. അപ്പോൾ എൻ്റെ ചലഞ്ച് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി എഴുന്നേക്കുന്നത് ഇങ്ങനെയുള്ളവർക്കാണ് ചാൻസ്. ഈ ചോദ്യത്തിൻ്റെ ഇതുവരെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ എഴുന്നേറ്റിട്ടില്ല, അതിനുള്ള കോൺഫിഡൻസ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നെന്തോ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, ഐ വിൽ ഗിവ് എ ട്രൈ എന്ന് തോന്നുന്നു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, തെറ്റിപ്പോയാലും സാരമില്ല, എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ജയിച്ചല്ലോ. ഇതുവരെ എഴുന്നേക്കാത്ത ആൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജയിച്ചല്ലോ, പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഐ വാസ് റാദർ ഷൈ ബട്ട് ടുഡേ ഐ ഹാവ് ഡിസൈഡഡ് ടു ഗിവ് എ ട്രൈ എന്ന് പറയുന്ന, അങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും എഴുന്നേറ്റിട്ട് ഈ 3 സെൻറ്റൻസ് ഇവിടെ വന്ന് മൈക്കിൽ കൂടെ പറയാൻ പറ്റും നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ അവർക്കും ഒരു ഗോൾഡൻ ചാൻസ് ആണ്. പിതാവിൻ്റെ ഒരു പൂ, പിതാവിനോടൊപ്പം ഒരു ഫോട്ടോ, അതാണ് സ്പെഷ്യൽ ഗിഫ്റ്റ്. അത് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇത്ര 500 പിള്ളേർ വന്നതിൽ മോനെ ഇതുവരെ നീ അങ്ങനെ എഴുന്നേറ്റിട്ടില്ല ജീവിതത്തിൽ? ഇല്ല. നീ അല്പം നാണിച്ച് നിൽക്കുന്ന ആളാണോ, പതുങ്ങിയിരിക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ആണ്. മിടുക്കൻ, ഓടിവാ, കൈയടി കൊടുക്കുക അവന്, ഒരു നല്ലൊരു കൈയടി കൊടുക്കുക. യെസ്, ഓടിവാ, നല്ല കാര്യം. അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കണം, ഒരു തവണയെങ്കിലും എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നങ്ങ് തീരുമാനം എടുത്തേക്കണം. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇങ്ങനെ കയറി വരട്ടെ, ഓരോ കുഞ്ഞുങ്ങളും മെല്ലെ എഴുന്നേറ്റിട്ട് വരട്ടെ. പറ, മോൻ്റെ പേര് പറ. അബിയാൻ്റെ പേരാരായിട്ട്? അബിയാമിന് അമ്മയെ നല്ല പേരായിട്ടിരിക്കുന്നത് കേട്ടോ. അവരോട് പോയി താങ്ക്സ് പറയണം. എപ്പോഴെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ അപ്പനോടോ അമ്മയോടോ? ഈ പേരിട്ടതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നല്ല പേര്, അബിയാം എന്നുള്ള പേര് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കേൾക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പേര് തപ്പിയെടുത്തിടാൻ അവരെടുത്ത എഫേർട്ട് ഇല്ലേ? അപ്പോൾ പേരൻസിന് താങ്ക്സ് പറയണം, അബിയാം എന്നുള്ള പേരിന്. എന്നീ പറഞ്ഞു. മോൻ്റെ ഇടവക ആഞ്ഞിലിത്താന ഇടവകയ്ക്കും അബിയാമിനും ഒരു കയ്യടി കൊടുക്കുക. ആഞ്ഞിലിത്താന ഇടവകയ്ക്കും അബിയാമിനും കയ്യടി. ഇനി പറ, അബിയാം പറ. ആദ്യം ഞാൻ എന്നെ ഒന്ന് കാണണം, പിന്നെ മശിഹായെ ഒന്ന് നോക്കണം, എന്നിട്ട് എന്നെ വെടിപ്പാക്കണം. എന്നിട്ട് ഞാൻ എന്നെ ഒന്ന് വെടിപ്പാക്കണം. മിടുക്കൻ. അവനൊരു വിറയ്ക്കലൊക്കെ ഉണ്ട്, പക്ഷെ അവൻ നിന്നല്ലോ, ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഈ കൈയടി പോരാ, നിങ്ങൾ കൈ പൊക്കിയൊന്ന് അടിച്ചേ. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ ഒരു കൈയടി കിട്ടുന്നത്. ഇത് നീ കാണണം, ഇനി നീ ഇങ്ങനെ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പൂവും കൂടെ കൊടുക്കാവോ? യെസ്.